ഹായ് ഫ്രണ്ട്സ്, ETF ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ 2 മാസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ഹൈ ലിക്വിഡിറ്റി ഉള്ള 15ഓളം ETFകളുടെ ഒരു ലിസ്റ്റും ആ വീഡിയോയിൽ പങ്കുവച്ചിരുന്നു. ആ ETFകളിൽ ഓരോ 2% ഇടിയുമ്പോഴും ആവറേജ് ചെയ്യുക എന്നതായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ബേസിക് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി. കാരണം ETF നമുക്ക് ധൈര്യപൂർവ്വം ആവറേജ് ചെയ്യാം. കാരണം ഇതൊരിക്കലും ഡീലിസ്റ്റ് ചെയ്യപ്പെടാൻ പോകാത്ത ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ന് ഞാൻ അതിൽ പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോ കാണണം എങ്കിൽ മാത്രമേ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് കാര്യമുള്ളൂ എന്ന് പ്രത്യേകം കൂടെ സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച നിഫ്റ്റി ഇൻഡെക്സുകളിൽ വമ്പിച്ച വോളറ്റിലിറ്റി നമ്മൾ കാണാനുണ്ടായി. ഇടയ്ക്ക് വൻതോതിൽ മുന്നോട്ട് പോവുക, അതേ സ്പീഡിൽ താഴോട്ടേക്ക് വരിക, ഈ രീതിയിലുള്ള ഒരു വോളറ്റിലിറ്റി നമ്മൾ നിഫ്റ്റിയിൽ കണ്ടതാണ്. അപ്പോൾ ഇത് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു അവസരമാണ് എപ്പോഴും ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ 15 ETFകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, കഴിഞ്ഞ ഒരാഴ്ച അതിൻ്റെ അവസ്ഥ എന്താണ് എന്നാണ് ഞാൻ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ R4Iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ETFകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ETF ആണ് നിഫ്റ്റി 50 ETF. ഇത് ETFകളുടെ ഒരു രാജാവാണ് എന്ന് വേണമെങ്കിൽ പറയാം. നിപ്പോൺ ഇന്ത്യയുടെ ETF നിഫ്റ്റി 50 ബീസ് ആണ് ഈ ഒരു രംഗത്തെ ഏറ്റവും ഹൈ ലിക്വിഡിറ്റി ഉള്ള ഒരു ETF. അപ്പോൾ ആ ഒരു ETFൻ്റെ കഴിഞ്ഞ ഒരാഴ്ചത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ 3.36% ഒരു ഇടിവിലാണ് ഇപ്പോൾ ആ ETF നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അപ്പോൾ ഇത് വാങ്ങിയതിന് ശേഷം ഇനി വരാൻ പോകുന്ന ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഒരു 5% ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ നിഫ്റ്റി അതിൻ്റെ പ്രീവിയസ് ഹൈയിലേക്ക് തിരിച്ചു വരുമ്പോൾ തീർച്ചയായും 5% കൂടുതൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഈ ഒരു ETFൽ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തെ ഒരു ETF ഈ CPSE ETF, സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് കമ്പനികളുടെ ഒരു ETF ആണ്. ഇതിൽ പൂർണ്ണമായിട്ടും PSU കമ്പനികളാണ്, അതിൻ്റെ ETF ആണ് ഇവിടെ. ഇത് ഹൈ ലിക്വിഡിറ്റി ഉള്ള മറ്റൊരു ETF ആണ്. നല്ല റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ETF ആണ് CPSE ETF. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രകടനം നോക്കുകയാണെങ്കിൽ 2% താഴോട്ടേക്ക് ഇതും വന്നിട്ടുണ്ട്. ഇതും നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അടുത്ത ETF നിപ്പോൺ ഇന്ത്യയുടെ തന്നെ നിഫ്റ്റി നെക്സ്റ്റ് 50 ETF ആണ്. ഇതിന് ജൂനിയർ ബീസ് എന്നും പറയാറുണ്ട്. ഇതും ഹൈ ലിക്വിഡിറ്റി ഉള്ള മറ്റൊരു ETF ആണ്. ഇതും കഴിഞ്ഞ ഒരാഴ്ച 2% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ നല്ലൊരു ബൈയിങ് ലെവലിലാണ് ഉള്ളത്. അടുത്ത ETF നിപ്പോൺ ഇന്ത്യയുടെ തന്നെ നിഫ്റ്റി മിഡ് ക്യാപ് 150 ETF ആണ്. മിഡ് 150 ബീസ് എന്ന് പറയുന്ന ഈ ഒരു ETFും ഹൈ ലിക്വിഡിറ്റി ഉള്ള മറ്റൊരു ETF ആയിരുന്നു. ഇതും 2% ഒരു ഇടിവ് രേഖപ്പെടുത്തിയതായിട്ട് കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിംഗ് സെഷനിൽ നമുക്ക് കാണാൻ കഴിയും. ഇതും ഇപ്പോൾ ഒരു ബൈയിങ് ലെവലിലാണ് ഉള്ളത്. അടുത്ത ETF നിപ്പോൺ ഇന്ത്യയുടെ തന്നെ ഒരു സെക്ടോറൽ ETF ആണ്. ഫാർമ ബേസ്ഡ് ആയിട്ടുള്ള ഫാർമ ബീസ് എന്ന് പറയുന്ന ETF. ഇതും കഴിഞ്ഞ ഒരാഴ്ച 2% ഒരു ഇടിവ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇത് ഇപ്പോൾ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിലാണ് നിൽക്കുന്നത്. അടുത്തത് നിപ്പോൺ ഇന്ത്യയുടെ തന്നെ നിഫ്റ്റി ബാങ്ക് ബീസ് എന്ന് പറയുന്ന പ്രൈവറ്റ് ബാങ്കുകളുടെയും PSU ബാങ്കുകളുടെയും കൂട്ടമായിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ്. ഈ ഒരു ETFൽ 4% ഇടിവാണ് കഴിഞ്ഞ ഒരാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. അത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഈ ഒരു ETFൽ വന്നിട്ടുള്ളത്. അടുത്തത് നിപ്പോൺ ഇന്ത്യ ETF നിഫ്റ്റി IT ആണ്. IT ബീസ് എന്ന് പറയുന്ന ഈ ഒരു ETF, ഇതിൻ്റെ കഴിഞ്ഞ ഒരാഴ്ച ഉണ്ടായിട്ടുള്ള തകർച്ച എന്ന് പറയുന്നത് 5% ആണ്. അപ്പോൾ ഈ ETFകളിലെല്ലാം വെച്ച് ഏറ്റവും അധികമായിട്ട് താഴേക്ക് ഇടിഞ്ഞു പോയിട്ടുള്ളത് ഈ ഒരു IT ബീസ് എന്നുള്ള ഈ ഒരു ETF ആണ്. ഇത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചെറിയൊരു മൂവ്മെൻറ്റ് ഭാവിയിൽ വരാൻ പോവുകയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ഈ ഒരു ETFൽ നമുക്ക് ബുക്ക് ചെയ്യാൻ കഴിയും. അടുത്തത് കൊഡാക് നിഫ്റ്റി ആൽഫ 50 ETF ആണ്. ഇതും ഹൈ ലിക്വിഡിറ്റി ആയിട്ടുള്ള ഒരു ETF ആയിരുന്നു. ഇതും കഴിഞ്ഞ ഒരാഴ്ച 2% ഇടിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അടുത്ത ETF ICICI പ്രൊഡൻഷ്യൽ നിഫ്റ്റി 200 മൊമെൻറ്റം 30 ETF ആണ്. മൊമെൻറ്റം സ്റ്റോക്കുകളായിട്ടുള്ള 30 സ്റ്റോക്കുകളുടെ കൂട്ടമാണിത്. ഇതും നല്ല തോതിൽ കഴിഞ്ഞ ഒരാഴ്ച ഇടിഞ്ഞിട്ടുണ്ട്. 2% ഒരു ഇടിവ് ഇതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു ബൈയിങ് ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്. അടുത്തത് ICICI പ്രൊഡൻഷ്യൽ നിഫ്റ്റി 100 ലോ വോളറ്റിലിറ്റി 30 ETF ആണ്. ലോ വോളറ്റൈലാണെങ്കിലും ഈ ഒരു ETFും 3% ഇടിവ് രേഖപ്പെടുത്തിയേക്കാണ്. അപ്പം ഇതും നമുക്കിപ്പോൾ നല്ലൊരു ബൈയിങ് ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്.
അടുത്തത് ഇൻ്റർനാഷണൽ ETF ആണ്. മോട്ടിലാൽ ഓസ്വാളിൻ്റെ നാസ്ഡാക്ക് 100 ETF. ഈ ETF കഴിഞ്ഞ 1 വീക്കിൽ 3% മുകളിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ട് കാണാം. അപ്പം ഇതും നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അടുത്ത ETF മിറായ അസറ്റിൻ്റെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഫാങ്ക് പ്ലസ് ETF ആണ്. ഈ ETF-ഉം 3% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ട് കാണാം. അപ്പം ഈ ETF-ഉം നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റിയിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു 12 ETF-കൾ ഇപ്പോൾ നമുക്ക് വാങ്ങിക്കൂട്ടാൻ പറ്റുന്ന ഒരു അവസരത്തിലാണുള്ളത്. അപ്പോൾ നമ്മൾ മുമ്പിൽ പറഞ്ഞ ട്രേഡിംഗ് സ്ട്രാറ്റജി വെച്ച് 2% താഴുമ്പോൾ വാങ്ങുകയും അത് 5%-ലേക്ക് കയറുമ്പോൾ വിൽക്കുകയും ചെയ്യുക എന്നൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 1 മാസം യഥാർത്ഥത്തിൽ പല ETF-കളിലും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നു. അത്രയും അവസരം ലഭിച്ച ETF-കളെ കുറിച്ച് ഇനി ഞാൻ പറയാം. അതിലൊന്ന് നിപ്പോൺ ഇന്ത്യ സിൽവർ ETF ആയിരുന്നു. ഈ ETF കഴിഞ്ഞ 1 മാസം 12% റിട്ടേൺ നൽകിയതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അതൊരു നല്ലൊരു പ്രോഫിറ്റ് ഈ ഒരു ETF-ൽ ആളുകൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി രണ്ടാമത്തെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ETF ആയിരുന്നു നിപ്പോൺ ഇന്ത്യയുടെ ETF ഗോൾഡ് ബീസ്. ഇതിൽ കഴിഞ്ഞ 1 മാസം 11%, ഓൾമോസ്റ്റ് 12% ഒരു റാലിയാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ടാവും. അടുത്ത ETF HDFC നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ETF ആയിരുന്നു. ഇതിൽ 8% ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അപ്പം അതിലും നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവണം. അടുത്തത് CPSE ETF ആണ്. ഇതും കഴിഞ്ഞ 1 മാസം 8% ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് അതിൽ ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അത് തിരിച്ച് ബൈങ് ലെവലിലുള്ള മറ്റൊരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും തന്നിരിക്കുകയാണ്. ഇനി അടുത്ത ICICI നിഫ്റ്റി 200 മൊമെൻറ്റം 30 ETF-ൽ ഇതേപോലെ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു കഴിഞ്ഞ 1 മാസം. അത് 4% മുകളിൽ ഏകദേശം 5%-അടുത്ത് റിട്ടേൺ നൽകിയിരുന്നു. അപ്പോൾ അവിടെയും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ അവസരം തീർച്ചയായും ലഭിച്ചിട്ടുണ്ടാവും. അത് ഇപ്പോൾ ബൈങ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് തിരിച്ചു വന്നിട്ടും ഉണ്ട്. വരുന്ന കൊഡാക് നിഫ്റ്റി ആൽഫ 50 ETF ആണ്. ഇതും ഏകദേശം 8% ഒരു റിട്ടേൺ നൽകിയതായി കാണാം കഴിഞ്ഞ 1 മാസം. അത് ഇപ്പോൾ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മിറായ അസറ്റ് NYSE ഫാങ്ക് പ്ലസ് ETF ഇൻ്റർനാഷണൽ ETF-ൽ ഇത് മാത്രമാണ് ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ അവസരം കൊടുത്തത്. അത് അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. 15% ഒരു മുന്നേറ്റം കഴിഞ്ഞ 1 മാസം ഈ ETF രേഖപ്പെടുത്തിയായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അടുത്തത് നിഫ്റ്റി നെക്സ്റ്റ് 50യുടെ ജൂനിയർ ബീസ് എന്ന് പറയുന്ന ETF. അത് ബൈങ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ തന്നത് കൂടാതെ കഴിഞ്ഞ 1 മാസം അത് 6% മുന്നേറ്റം കാണിച്ചുകൊണ്ട് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നിരുന്നു. അപ്പോൾ അതും നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ ആ ഒരു 15 ETF-കളുടെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി എത്രമാത്രം വിജയകരമായി നടപ്പിലാക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഈ വിഷയത്തെപ്പറ്റി പഠിക്കുക, കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വേറെയും നല്ല ETF-കൾ ഉണ്ടെങ്കിൽ, ഹൈ ലിക്വിഡിറ്റി ഉള്ള ETF-കൾ ഉണ്ടെങ്കിൽ അതും വാങ്ങാൻ ശ്രമിക്കുക. സോ യു ക്യാൻ മേക്ക് ഗുഡ് പ്രോഫിറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.